എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോബ് മൈ ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഹരിയാനയിലെ ഫരീദാബാദിലാണ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് വന്നിരിക്കുന്ന മോറിസ് ഗാരേജസിൻ്റെ ഏറ്റവും പുതിയ മജസ്റ്റർ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോവുകയാണ്. ഇന്ത്യയിൽ പുതിയതായിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് സൃഷ്ടിച്ചിരിക്കുകയാണ് മോറിസ് ഗാരേജസ്. നമുക്ക് നിലവിലെ ഡി സെഗ്മെൻറ്റ് വരെയുള്ളൂ. ഇത് ഡി പ്ലസ് സെഗ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് നിലവിൽ ഇന്ത്യയിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ SUV ആണ് നമ്മുടെ ഈ മജസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാഹനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രധാനമായിട്ടും ഈ വാഹനം ഒരു ഓഫ് റോഡ് വാഹനമായിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. നമുക്കറിയാം ഇതിന് തൊട്ട് മുമ്പുള്ള ഒരു വാഹനം എന്ന് പറയുന്നത് ഗ്ലോസ്റ്ററാണ്. ഗ്ലോസ്റ്റർ 4 വീല് എനേബിൾഡ് ആയിട്ടുള്ളൊരു വാഹനമായിരുന്നു. എന്നാൽ അതിലും കേപ്പബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ്. ഇതിൻ്റെ ടെക്നോളജിയിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇതിന് ശരിക്കും പറഞ്ഞാൽ ട്രിപ്പിളായിട്ട് വരുന്ന ഡിഫറൻഷ്യൽസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇതിന് നടുക്കിൽ നിന്ന് എല്ലാ വശത്തേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഡിഫറൻഷ്യലും, സെപ്പറേറ്റ് ആയിട്ട് ഫ്രണ്ടിലത്തെ ഡിഫറൻഷ്യലും ബാക്കിലത്തെ ആക്സിലിൻ്റെ ഡിഫറൻഷ്യലും, അങ്ങനെ 3 സിസ്റ്റംസാണ് എൻഗേജ് ചെയ്യാൻ പറ്റുന്നത്. അതിനുള്ള സ്വിച്ചസൊക്കെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ടെറൈൻസിൽ കൂടെയും ഈ വാഹനം കയറുമെന്നാണ് MG പറയുന്നത്. അതുപോലെ നമുക്ക് 10ഓളം നമുക്ക് ട്രാക്ഷൻ മോഡുകളുണ്ട്. അതായത് നമുക്ക് സ്നോ, മഡ്, അങ്ങനെ റെയിൻ, സാൻഡ് എന്നൊക്കെ പറയുന്ന പല മോഡുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓഫ് റോഡ് എന്ന് പറയുന്ന ഒരു മേഖല മൊത്തത്തിൽ കീഴടക്കാൻ വേണ്ടിയാണ് മോറിസ് ഗാരേജ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓഫ് റോഡിൻ്റെ രാജകുമാരനായിട്ട് അറിയപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ വാഹനം അവർ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് ഇതിന് ഡയമെൻഷൻസ് ഒന്നും ഇവർ ടെക്നിക്കലി ഒന്നും പറഞ്ഞിട്ടില്ല. ടെക്നിക്കലി പറയാനുള്ള ഡാറ്റ വരുന്നതേ ഉള്ളൂ. എങ്കിലും 5 മീറ്ററിൻ്റെ മുകളിലൊരു വാഹനമായിട്ടാണ് മോറിസ് ഗാരേജസ് മജസ്റ്ററിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നിലവിൽ ഇപ്പം നമുക്ക് ഇത്രയും വലിപ്പമുള്ള വാഹനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോർച്യൂണറാണ് ഏറ്റവും വലിപ്പമുള്ള വാഹനങ്ങളെന്ന് പറയുന്നത്. പിന്നെ എൻഡേവർ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഗ്ലോസ്റ്റർ, ഈ 3 വാഹനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ വലിപ്പമുള്ള ഒരു വാഹനമായിട്ടാണ് വരുന്നിരിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് ഈ വാഹനത്തിൻ്റെ ഒരു ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുന്നത് M ലോഞ്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ M ലോഞ്ച് എന്ന് പറയുമ്പോൾ അകത്ത് അത്രയും സുഭിക്ഷമായിട്ടിരിക്കാൻ പറ്റുന്ന യൂട്ടിലിറ്റി സ്പേസ് ഉള്ളൊരു വാഹനമായിട്ടാണ് ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി ഡിസൈനും കാര്യങ്ങളൊക്കെ വരാം. മൊത്തത്തിലൊരു റഗ്ഗഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, കുറച്ചും കൂടെ ഒരു മാസീവ് അല്ലെങ്കിൽ ഒരു മസ്കുലിൻ ആയിട്ടുള്ള ഒരു വെഹിക്കിളായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഒരു മൊസൈക് ഗ്രില്ലുകൾ നമുക്ക് കാണാം. പിയാനോ ബ്ലാക്ക് എലമെൻ്റാണ് വന്നിരിക്കുന്നത്. അത് കുറച്ച് സ്റ്റഡഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ മോറിസ് ഗാരേജസിൻ്റെ ലോഗോ നമുക്കിവിടെ കാണാം. മോറിസ് ഗാരേജസ് എന്നുള്ള റൈറ്റിംഗ് നമുക്ക് ഈ ഒരു ഫ്രണ്ടിൽ നമുക്ക് കാണാൻ നമുക്ക് സാധിക്കും. അതുപോലെ ബമ്പറിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സ്കിഡ് പ്ലേറ്റ്സ് വരുവാണെന്നുണ്ടെങ്കിൽ സാധാരണ പോലെ ഒരു ഫ്ലാറ്റഡ് ആയിട്ടുള്ള പോർഷൻ അല്ല, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രൊപ്പോർഷനിലാണ്. അതായത് നമുക്ക് മുകളിൽ ആ സ്റ്റഡഡ് ആയിട്ട് വരുന്ന ഭാഗം അതേപോലെ തന്നെ കുറച്ചും കൂടെ വലുപ്പം കൂട്ടി അവിടെ പ്ലേസ് ചെയ്ത പോലെയാണ് വാഹനത്തിനകത്ത് ഇരിക്കുന്നത്. ഇനി പ്രധാനമായിട്ടും വാഹനത്തിൻ്റെ ലൈറ്റുകളിലേക്ക് വരാൻ ഡ്രാഗൺ ആയിട്ട് വരുന്ന ഒരു DRലാണ് വരുന്നത്. ഡ്രാഗൺ കുഞ്ഞുങ്ങളുടെ കണ്ണ് പോലെ ഇരിക്കുന്ന ഒരു ഭാഗമാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി നമുക്കിവിടെ കാണാം. ഇതിനകത്ത് സീക്വൻഷ്യലായിട്ട് വരുന്നുള്ള ഒരു ടേൺ ഇൻഡിക്കേറ്റേഴ്സും വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെഡ് ലാംപ്സ് വരുന്ന ഇതാണ്. 3 ചേമ്പേഴ്സിലാണ് വന്നിരിക്കുന്നത്. അതും LED ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്. കുറച്ചും കൂടെ ഒരു മജസ്റ്റിക് ആയിട്ടുള്ള, മജസ്റ്റർ എന്നാണ് പേര്, ഒരു മജസ്റ്റിക് ആയിട്ടുള്ള, ഒരു മാസ്കുലിൻ ആയിട്ടുള്ള, കരുത്തനായിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ വണ്ടിയാണ്, അല്ലെങ്കിൽ ഓഫ് റോഡ് വാഹനമാണ് മജസ്റ്റർ എന്ന് പറയുന്നത്. നമുക്കിനി സൈഡിലേക്ക് പോകാം. ഇതിൻ്റെ ഒരു വാഹനം ഇപ്പം ഒരു റാമ്പിൽ അല്ലെങ്കിൽ ഒരു മൺതിട്ടയിൽ കയറ്റി ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഓഫ് റോഡ് കേപ്പബിലിറ്റി ഇവിടെ കാണിച്ചു തരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള ഇവിടെ കയറ്റി ഇട്ടിരിക്കുന്നത്. നമ്മൾ സൈഡിലേക്ക് വരുവാണെങ്കിൽ വലിയ വീതിയേറെ ഫെൻഡേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി ഫ്രണ്ടിൽ 1-2 കാര്യങ്ങളോട് പറയാൻ വിട്ടു കേട്ടോ. ഇതിനകത്ത് level 2 ADAS ഉണ്ട്. അപ്പോൾ ADASൻ്റെ ഒരു റഡാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് തൊട്ട് താഴെ തന്നെയായിട്ട് 360 ഡിഗ്രിയുടെ ക്യാമറ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത് HD ആയിട്ടാണ് വന്നിരിക്കുന്നത്. നേരത്തെ ഒരു പരാതി ഉണ്ടായിരുന്നു, ഈ MGയുടെ ക്യാമറകൾക്ക് അത്ര ഒരു ഹൈ ഡെഫിനിഷൻ ക്ലാരിറ്റി ഇല്ല. എന്നാൽ അതെല്ലാം ഇത്തവണ പരിഹരിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ നല്ല ക്ലാരിറ്റിയുള്ള ഹൈ ഡെഫിനിഷൻ ക്യാമറാസ് വാഹനത്തിന് അതുകൊണ്ടുണ്ട്. അപ്പോൾ ഫെൻഡേഴ്സ് നമുക്കിവിടെ കാണാം. ടയർ സൈസിലേക്ക് വരുവാണെങ്കിൽ 19 ഇഞ്ചാണ്. മൾട്ടി കളേർഡ് ആയിട്ട് വരുന്ന അലോയ് വീൽസ് ആണ്. അതായത് ബ്ലാക്കിൻ്റെയും അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ ഫിനിഷിൽ വരുന്ന അലോയ് വീൽസ് ആണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഡിസ്ക് ബ്രേക്കുകൾ കൊടുത്തിട്ടുണ്ട്. സസ്പെൻഷൻ സൈഡിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എങ്കിലും നമുക്കറിയാം ഓഫ് റോഡ് വണ്ടിയാകുന്ന സമയത്ത് പൊതുവേ സ്റ്റിഫറായിട്ടുള്ള സസ്പെൻഷനാണ് വരുന്നതെങ്കിലും നമുക്ക് ഈ ഒരു ഗ്ലോസ്റ്റർ എടുത്താലും, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത് ഫോർച്യൂണർ കുറച്ചുകൂടെ ഹാർഡറാണെന്ന് പറയും, പക്ഷേ എൻഡേവർ കുറച്ചും കൂടെ സോഫ്റ്ററാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഒരു വാഹനത്തിനകത്തും ഇതൊരു M ലോഞ്ച് ഒക്കെ വരുന്ന വാഹനമായതുകൊണ്ട് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സസ്പെൻഷൻ വരാനുള്ള ചാൻസസ് ആണ് ഉള്ളത്. ഫെൻഡറിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് തന്നെ ആ ഒരു ഡോർ തുടങ്ങുന്ന പോർഷനിലായിട്ട് ഇവിടെ നമുക്കൊരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണാം. അത് നല്ലൊരു അലുമിനിയം ഗാർണിഷൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ ഒരു സ്റ്റീൽ ഗാർണിഷൊക്കെ കൊടുത്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ മിറേഴ്സ് കാണാം. മിറേഴ്സിലേക്ക് വരുന്ന സമയത്തേക്ക് ബ്ലാക്കാണ് വരുന്നത്. അപ്പം അതിന് മുമ്പ് ഒരു കാര്യം പറയാം, വാഹനത്തിന് 4 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. അതിലൊരു ഗ്രേ കളറാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ബ്ലാക്കും ഉണ്ട്, പിന്നെ ഒരു വൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഒരു റെഡ് കളറാണെന്ന് തോന്നുന്നു. ഇത്രയും കളേഴ്സിലാണ്, 4 കളേഴ്സിലാണ് പൊതുവെ ഇത് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ മിറേഴ്സിൻ്റെ താഴോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ 360 ഡിഗ്രി ക്യാമറ നമുക്കവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു പാഡിൽ ലാമ്പ് വാഹനത്തിനകത്ത് മിറേഴ്സിനായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ
LED ആയിട്ട് വരുന്ന ലൈക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയ വലിപ്പമുള്ളൊരു മിററായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ ഹാൻഡിൽസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളറാണ് വരുന്നത്. റിക്വസ്റ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ A പില്ലറും B പില്ലറും C പില്ലറും നമുക്കവിടെ കാണാൻ നമുക്ക് സാധിക്കും. അത്യാവശ്യം വലിയ ഗ്ലാസ് ഏരിയയാണ് വാഹനത്തിനകത്ത് വരുന്നത്. അതിൻ്റെ മുകളിൽ നമുക്ക് റൂഫ് റെയിൽ കാണാം. ഫംഗ്ഷൻ ആണല്ലോ എന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഇനി അടുത്തായിട്ട് ഈ ഒരു ഏരിയയിലേക്ക് വരുവാണെങ്കിൽ കനത്ത ഒരു ലൈക്ക് ഒരു ക്ലാഡിങ് നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അത് വീലാർക്ക് മുതൽ അങ്ങ് വാഹനത്തിൻ്റെ ബാക്ക് വരെ അത് പോകുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഫുഡ് സ്റ്റെപ്പ്, അത്യാവശ്യം ഇത് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൊരു വാഹനമാണ്. അതും കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിന് അത്യാവശ്യം നല്ല വാട്ടർ മീഡിയം 800 മില്ലിമീറ്ററോളം വാട്ടർ വീഡിങ് കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഹനം നല്ല ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രായമുള്ളവർക്ക് കയറാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവർക്കാണെങ്കിലും കയറാൻ ഒരു എളുപ്പത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് അവിടെ വെച്ചിട്ടുണ്ട്. ബാക്ക് സൈഡ് ടയേഴ്സ് നമുക്കവിടെ കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ആകാര വലിപ്പമുള്ള വലിയൊരു വാഹനമായിട്ടാണ് മജസ്റ്റർ വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ SUV എന്ന് പറയുമ്പോൾ ആ ഒരു ലൈക്ക് നമുക്കൊരു കാഴ്ചയിൽ തന്നെ ആ വാഹനത്തിൻ്റെ വലിപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കിനി വാഹനത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകാം. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഉള്ള വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് നമ്മുടെ കണ്ണിലേക്ക് ആദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ കണക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു DRL യൂണിറ്റ് തന്നെയാണ്. ഈ ഒരു വശത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് ആ DRL യൂണിറ്റ് നമുക്ക് കാണണം. മോറിസ് ഗ്യാരേജ് എന്നുള്ള റൈറ്റിംഗ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ ടോപ്പിൽ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് ഉണ്ട്, ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് സ്പോയിലർ, D4 ഗ്ലാസ്, ഒരു ആൻറ്റിന ഇത്രയും കൊടുത്തിട്ടുണ്ട്. വേണ്ട മജസ്റ്റർ എന്നുള്ള റൈറ്റിംഗ് നമ്മൾ ഗ്ലോസർ എഴുതിയിരിക്കുന്ന പോലെ തന്നെ വളരെ വലുതായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ എടുത്തു വരേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ 4 വീൽ ഡ്രൈവ് എന്നുള്ള ഒരു ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ബാക്ക് ലൈറ്റുകൾ ലൈക്ക് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി ഏറ്റവും താഴെ വരികയാണെങ്കിൽ ബമ്പറിൻ്റെ പോർഷൻ നമുക്ക് ആ ഫ്രണ്ടിലുള്ള അതേ ഒരു എലമെൻറ്റുമായിട്ട് നേരെ സാമ്യമുള്ള ഒരു എലമെൻറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് 2 ഫംഗ്ഷനായിട്ടുള്ള എക്സോസ്റ്റുകൾ കാണാം. അത് കുറച്ചും കൂടെ ഗാർണിഷിങ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബാക്കിലെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. നമുക്കിനി അകത്തേക്ക് വരാം. എങ്ങനെയാണ് ഈ വാഹനത്തിനെ പ്രീമിയമായിട്ട് മാറ്റിയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ അകത്തേക്ക് വരുമ്പോഴും ആ ഒരു പ്രീമിയംസ് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇതിന് വിലയൊന്നും ഡിസ്ക്ലോസ് ആയിട്ടില്ല. എങ്കിലും അത്യാവശ്യം നല്ല വിലയുള്ളൊരു വാഹനമായിരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം എങ്ങനെ പോയാലും ഒരു 50 lakhs ആ ഒരു ബ്രാക്കറ്റിലായിരിക്കും ഒരു പ്രൈസിങ് നമുക്ക് തോന്നുന്നു. അപ്പോൾ ഇനി ഡോറിൽ ഒരു ഡോർ പാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഒരു ലെതറിട്ടായിട്ടുള്ള ഒരു പോർഷനാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു കാർബൺ ഫൈബറിൻ്റെ ഒരു ടെക്സ്ചറുള്ള ഒരു ഭാഗം വരുന്നുണ്ട്. ഡോർ അൺലോക്ക് ഹാൻഡിൽസ് ഒക്കെ ഇവിടെയാണ്, ലൈക്ക് സ്വിച്ചസ് ഇവിടെയാണ് വരുന്നത്. JBLൻ്റെ 12 സ്പീക്കേഴ്സ് ഉള്ളതാണ്. അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു മ്യൂസിക് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ഡോറിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ നമുക്ക് ഫ്യൂവലിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് ഈ ഡോറിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് സീറ്റുകളെക്കുറിച്ച് പറയാം. സീറ്റുകളെക്കുറിച്ച് പറയുന്ന സമയത്തേക്ക് 2 സീറ്റുകളും ഫ്രണ്ടിൽ വെൻറ്റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. പെർഫറേറ്റഡ് ആയിട്ട് വരുന്ന ലെതർ സീറ്റുകളാണ്. അതുപോലെ തന്നെ നമുക്ക് 12 അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റുകളാണ്. 8 തരത്തിൽ മസാജിങ് ഫംഗ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ സുഖകരമായിട്ട് യാത്ര ചെയ്യാനും നമുക്ക് സാധിക്കും. ഇതൊക്കെയാണ് സീറ്റുകളെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് സ്റ്റിയറിംഗ്, ബാക്കിയുള്ള ഡാഷ് കൺട്രോൾസും ഭാഗത്തിൽ നിന്ന് പറയാം. അപ്പോൾ ഈ ഒരു മജസ്റ്ററിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. ഡീക്കറ്റായിട്ട് വരുന്ന സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് സാധാരണ വരുന്ന പോലുള്ള കൺട്രോൾസ് തന്നെയാണ്. അതായത് നമുക്ക് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നു. അതുപോലെ തന്നെ ഈ വർഷത്തെ മീഡിയ കൺട്രോൾസ് വരുന്നു. ഹാൻഡ്സ് ഫ്രീ അസിസ്റ്റൻ്റ് ഭാഗങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഈ വാഹനത്തിനകത്ത് പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. 8 സ്പീഡ് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ഒരു ഗിയർ ബോക്സ് ആണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തൊരു 2 ലിറ്റർ ആയിട്ട് വരുന്ന ഒരു എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ വൈപ്പേഴ്സിൻ്റെ കൺട്രോളാണ്. ഓട്ടോ വൈപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ ഒരു വശത്തേക്ക് വരുവാണെങ്കിൽ ഇതാണ് വാഹനത്തിൻ്റെ ഗിയർ ലിവർ. അതായത് മെർസിഡീസ് ബെൻസിലൊക്കെ കാണുന്ന അതേ ഷിഫ്റ്റേഴ്സാണ് ഇവിടെ വാഹനത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് 2 ഡിസ്പ്ലേസ് ആണ് പ്രധാനമായിട്ട് വരുന്നത്. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്തേക്ക് ഒരു 12 ഇഞ്ചിൻ്റെ വലുപ്പമുള്ള ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിനകത്ത് iSmart 2.0 കണക്ടിവിറ്റി ഉണ്ട്. ഏകദേശം 75+ ഫീച്ചേഴ്സ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്ക് MGയുടെ വാഹനങ്ങളൊക്കെ ഇൻ്റർനെറ്റ് ഇൻസൈഡ് ആണെന്നുള്ളൊരു കാര്യം അറിയാമല്ലോ. അപ്പോൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ജിയോ സാവനും ലൈക്ക് ഒത്തിരി സംഭവങ്ങളൊക്കെ അതിനകത്ത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി ഈ ഒരു ഡിസ്പ്ലേയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് പാനലിലേക്ക് വരികയാണെങ്കിൽ 10.25 ഇഞ്ചിൻ്റെ ഒരു മൾട്ടി കളർ ആയിട്ടുള്ള ഇൻഫർടൈൻമെൻറ്റ് ഒരു ഇൻസ്ട്രുമെൻറ്റ് പാനലാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു ഏരിയയിലേക്ക് വരുന്നത്. ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്കാണ് വരുന്നത്. ഇതിനകത്ത് ഈ ഒരു 2 സ്വിച്ചുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സാധാരണ വണ്ടികളിലൊന്നും ഇല്ലാത്ത സ്വിച്ചുകളാണ്. ഇതിനകത്ത് ഡ്രൈവ് മോഡുകളാണ്. 10ഓളം ഡ്രൈവ് മോഡുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ മോഡുകളാണ് ഇവിടെ വരുന്നത്. നമുക്കിവിടെ റോക്ക്, അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോൾ മഡ്, അതുപോലെ സ്നോ, അങ്ങനെ 10ഓളം മോഡുകൾ നമുക്ക് ഈ വാഹനത്തിനകത്ത് കാണാൻ പറ്റും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ 4 വീൽ ഡ്രൈവിൻ്റെ ഡിഫറൻഷ്യൽ ലൈക്ക് ഷിഫ്റ്റിംഗ് 2H മുതൽ 4H വരെയുള്ള ഷിഫ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്വിച്ചുകൾ. ഇത് കൂടാതെ തന്നെ നമുക്ക് ഡിഫറൻഷ്യൽ നമുക്ക് ഓരോ ലെവൽ ഞാൻ പറഞ്ഞില്ല, നടുക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ ഫ്രണ്ടിലുള്ള ഡിസ്ട്രിബ്യൂഷൻ, ബാക്കിലുള്ള ഡിസ്ട്രിബ്യൂഷൻ, ഇത് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 2 പേർക്ക് അറ്റ് എ ടൈം വയർലെസ്ലി ചാർജ് ചെയ്യാനുള്ള പാഡുകൾ ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. AC
സിയുടെ പ്രത്യേകത പറയാം. എ സിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 സോൺ ക്ലൈമറ്റ് കൺട്രോൾ ആയിട്ട് എ സി ആണ്. ഈ വശത്ത് ഡ്രൈവർ സൈഡിൽ ഒരു ടെമ്പറേച്ചർ, അപ്പുറത്തെ സൈഡിൽ ഒരു ടെമ്പറേച്ചർ, അതുപോലെ ബാക്ക് റോയിൽ ഒരു ടെമ്പറേച്ചർ, അങ്ങനെ 3 സോണിൽ നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എ സി സിസ്റ്റമാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഡിസൈൻ എലമെൻറ്റ്സ് ഒക്കെ വാഹനത്തിൻ്റെ ഫ്രണ്ടിലെ ആ ഒരു ഡിസൈനോട് ഭയങ്കരമായിട്ട് നീതി പുലർത്തുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഹാൻഡിലുണ്ട്, അവിടെ ഒരു ഗ്രാബ് ഹാൻഡിലുണ്ട്. അതുപോലെ ഈ ഒരു വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഗ്ലൗ ബോക്സ് ആണ്. പക്ഷേ അത് അത്ര ഡീപ്പറല്ല. ലൈക്ക് നമ്മുടെ ഒരു RC ബുക്കൊക്കെ ഇപ്പം കാറാണ്, പഴയ ബുക്കൊക്കെ വെക്കാനാണെങ്കിൽ എത്ര വലിയ സ്പേസ് ഉണ്ടെന്ന് പറയാണ്ട് സാധിക്കത്തില്ല. ഇത്രയും കാര്യങ്ങളാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ഈ സീറ്റിലേക്ക് വരുമ്പം ലൈക്ക് കോ ഡ്രൈവറിൻ്റെ സീറ്റിലേക്ക് വരുമ്പോഴും അത് വെന്റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതും ഇലക്ട്രിക്കലി കൺട്രോളബിൾ ആയിട്ട് വരുന്ന സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് റൂഫിലേക്ക് വരാം. റൂഫിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് ഓട്ടോ ഡിമ്മിങ് ആയിട്ട് വരുന്ന IRBM കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 സൺവൈസേഴ്സ് നമുക്കിവിടെ കാണാൻ ശ്രദ്ധിക്കും. ലൈറ്റ് വിത്ത് ആൻറ്റി മിറേഴ്സ് ആണ് രണ്ടിടത്തും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് സൺറൂഫിൻ്റെ കൺട്രോൾസ് കംപ്ലീറ്റ് ഇവിടെ ഈ ഒരു പാനലിലാണ് വന്നിരിക്കുന്നത്. പാൻഡമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗാലക്സി സ്കൈ റൂഫ് എന്നാണ് ഇതിനെ പറയുന്നത്. ആ സ്കൈ റൂഫ് നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ സേഫ്റ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹൈ സ്ട്രെങ്ത് ആയിട്ടുള്ള സ്റ്റീൽ കൊണ്ടാണ് വാഹനം ഉണ്ടായിരിക്കുന്നത്. ഒരു ലാഡർ ആൻഡ് ഫ്രെയിം രീതിയിലാണ് വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. 6 എയർ ബാഗുകൾ സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. 4 വീലുകളും ഡിസ്ക് ബ്രേക്കുകളാണ്. ABS, CVT, ട്രാക്ഷൻ കൺട്രോൾ, ഐസ്, ചൈൽഡ് സീറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ അഡാസ് ലെവൽ ഉണ്ട്. അതുപോലെ 21ഓളം ഫീച്ചേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. അതെല്ലാം ആഡ് ചെയ്തിട്ട് സുരക്ഷയുടെ കാര്യത്തിലും ഏറ്റവും മുൻപന്തിയിലാണ് വാഹനം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിന് മുമ്പിൽ നിന്നുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുൻ റോയിലുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് പുറകിലത്തെ സീറ്റിലേക്ക് പോകാം. പിന്നെ ഈ ഒരു 2 കാര്യങ്ങളോട് പറയാനായിട്ട് വിട്ടുപോയി. ഇതാണ് നമുക്കിവിടെ കവേർഡ് ആയിട്ട് വരുന്ന ഒരു കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ കീ വരുന്ന ഇതാണ് കേട്ടോ, വളരെ സിമ്പിളായിട്ട് വരുന്ന ഒരു കീ ആണ്. അപ്പോൾ ആ സംഭവം നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ നമുക്ക് ഇവിടെ ഓപ്പണബിൾ ആയിട്ടുള്ളതുണ്ട്. ഇവിടെ നമുക്ക് ഒരു ഇതുണ്ട്, ഇത് രണ്ടും നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്കൊരു നല്ലൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ നല്ലൊരു ആംബ്രസ്റ്റും വാഹനത്തിനകത്ത് വരുന്നുണ്ടെന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളാണ് ഈ ഫ്രണ്ടിനെക്കുറിച്ച്, ഈ ഒരു ഭാഗത്തെക്കുറിച്ച് പറയാനുള്ളത്. നമുക്കിനി സെക്കൻഡ് റോയിലേക്ക് ഒന്ന് കടന്നു വരാം. അപ്പോൾ വാഹനത്തിൻ്റെ സെക്കൻഡ് റോയിൽ വന്നിരിക്കുകയാണ്. ഈ ഒരു D+ സെഗ്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് മെയിനായിട്ട് വരുന്നത് ഇതാണ്. സെക്കൻഡ് റോയിൽ ഇരിക്കുകയാണ്. നിങ്ങൾ നോക്കി എന്ത് വിശാലമായിട്ടാണ് ഇരിക്കുന്നത് നോക്കി. അതുപോലെ നമുക്ക് ഈ ഒരു ബാക്ക് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ലൈക്ക് നമുക്ക് ഈ ഒരു സീറ്റ് കണ്ടോ, മുമ്പോട്ട് നമുക്ക് ഇതിപ്പോൾ ചെരിഞ്ഞ് കിടക്കുന്നുണ്ട് കയറി വരാത്തത് കണ്ടോ. ഇവിടെ മുതൽ നമുക്ക് ബാക്കിലേക്ക് വരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. 3 ഹെഡ് റെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നടുക്കേക്ക് വരുന്ന സമയത്ത് ഒരു കപ്പ് ഹോൾഡർ ഉള്ള ഒരു ആംറെസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പെർഫറേറ്റഡ് ആയിട്ട് വരുന്ന ലെതർ സീറ്റാണ് വന്നിരിക്കുന്നത്. അപ്പം അത്യാവശ്യം നല്ല ഒരു ഹെഡ് റൂമും ലെഗ് റൂമും ഉള്ള ഒരു വലിയൊരു എന്താ പറയുന്നത് M ലോഞ്ചാണ് വാഹനത്തിൻ്റെ സെക്കൻഡ് റോ എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് AC യുടെ കൺട്രോൾസ് ആണ് ഇവിടെ. ഞാൻ പറഞ്ഞല്ലോ 3 സോൺ ക്ലൈമറ്റ് കൺട്രോൾ ആണെങ്കിൽ ഇവിടെ നമുക്ക് വേറെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഇവിടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ 220 വോൾട്ടിൻ്റെ ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ലാപ്ടോപ്പൊക്കെ നമുക്ക് നേരിട്ട് കുത്തി ചാർജ് ചെയ്യാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് DC നല്ലാതെ മൊബൈലിൻ്റെ കണക്റ്റേഴ്സൊക്കെ നേരിട്ട് കുത്താം. അതുകൂടാതെ തന്നെ എയർപോർട്ടും അതുപോലെ സീ പോർട്ടുകളും നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അത്രയും കൊടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ അതുപോലെ ഇവിടെ ഗ്രാബ് റെയിൽസ് ഒക്കെ കൊടുത്ത് അതുപോലെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. കാരണം ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ട് ഒലച്ചിലൊക്കെ വരാതിരിക്കാൻ വേണ്ടിയൊക്കെയാണ് ആ ഒരു കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെയും സ്പീക്കേഴ്സിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ബാക്ക് സീറ്റും വളരെ കംഫർട്ടബിൾ ആണ്. നല്ല പ്രീമിയം ഒരു ഫീൽ നമുക്ക് വാഹനത്തിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് തേർഡ് റോ ആണ്, അതിലേക്കൊന്ന് കയറി നോക്കാം. വാഹനത്തിൻ്റെ തേർഡ് റോയിലാണ് ഇരിക്കുന്നത്. തേർഡ് റോ എന്ന് പറയുമ്പം ലൈക്ക് കാലും മുട്ടുന്നില്ല എങ്കിലും നമുക്ക് ഈ സീറ്റിൻ്റെ ഹൈറ്റ് ഇതിൻ്റെ ഹൈറ്റ് എല്ലാം കൂടുമ്പോൾ നമ്മളൊരു ബക്കറ്റിനകത്ത് ഇരിക്കുന്ന പോലെ ഒരു ഫീലാണ് വരുന്നത്. അപ്പം കൂടുതലായിട്ട് കുട്ടികൾക്കായിരിക്കും അത് ഏറ്റവും അനുയോജ്യമായിട്ട് വരുന്നതെന്നുള്ളത്. എന്നാലും നമുക്ക് വലിയവർക്ക് യാത്ര ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ യാത്ര ചെയ്യാൻ സാധിക്കും. ഇത് പെർഫറേറ്റഡ് ആയിട്ട് വരുന്ന സീറ്റുകൾ, അല്ലെങ്കിൽ നോർമലായിട്ട് വരുന്ന സീറ്റുകളാണ്. എന്നാൽ നമുക്ക് ഇവിടെ കപ്പ് ഹോൾഡേഴ്സും അതുപോലെ ഫോൺ ചാർജിങ്ങുള്ള സംവിധാനങ്ങളൊക്കെ ഈ ഒരു പോർഷനും കൊടുത്തിട്ടുണ്ട്. 2 ഹെഡ് റെസ്റ്റുകളാണ് പ്രധാനമായിട്ടും ഈ ഒരു വശത്തേക്ക് വരുന്നത്. അപ്പോൾ ബാക്ക് സീറ്റും നമുക്ക് മോശമില്ല എന്ന് നമുക്ക് പറയാം. കാരണം അത്യാവശ്യം വലിയ വണ്ടി ആയതുകൊണ്ട് അതിനകത്തും അലോക്കേഷൻസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എഞ്ചിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. മജസ്റ്ററിലേക്ക് വരുന്ന സമയത്തേക്ക് 2 ലിറ്ററിൻ്റെ ഒരു ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ട്വിൻ ടർബോ ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് 8 സ്പീഡ് ഓട്ടോമാറ്റിക്കായിട്ടാണ് മേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ മൈലേജ് ഫേസ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത്രയും വലിയൊരു വണ്ടി ആകുന്ന സമയത്തേക്ക് മൈലേജ് നമുക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. നിയർലി 10 അല്ലെങ്കിൽ 12 ഒക്കെ കിട്ടുമെന്നുള്ള കാര്യം കണ്ടറിയണം. അപ്പോൾ ഇത്രയൊക്കെയാണ് മൈലേജും കാര്യങ്ങളൊക്കെ വരുന്നത്. സ്പെസിഫിക്കലി അവർ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ വിലയാണെങ്കിലും ഇതുവരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്കറിയാം ഇത്ര വലിയൊരു വാഹനം വരുന്ന സമയത്ത് ഏകദേശം ഒരു 50 lakhs ബ്രാക്കറ്റിലായിരിക്കും വാഹനം വരുമെന്ന് പറയുന്നത്. മാർച്ച് മാസത്തോടുകൂടി ഒരു ഷോറൂംസിലേക്ക് വാഹനം ഡിസ്പ്ലേയിലേക്ക് വരും. അതുപോലെ തന്നെ ഏപ്രിൽ മാസം ബുക്കിംഗ്, അതല്ല മെയ് മാസം ഡെലിവറിയും കൊടുക്കുമെന്നാണ് പറയുന്നത്. 41,000 രൂപയാണ് നമുക്ക് ഈ ഒരു വാഹനം ബുക്ക് ചെയ്യാണ്ട് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ബുക്ക് ചെയ്യുന്ന 3000 കസ്റ്റമേഴ്സിന് ഒരുപാട് ബെനിഫിറ്റ്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വാഹനം നേരത്തെ ഓടിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള പല സർക്യൂട്ടുകളിൽ കൂടെയൊക്കെ ഓടിക്കാൻ, അതായത് പ്രത്യേകിച്ച് ഹിമാലയ പോലുള്ള സ്ഥലങ്ങളിൽ കൂടെ ഓടിക്കാനുള്ള ചില ഓഫേഴ്സ് മീഡിയ എങ്ങനെയൊക്കെ നമ്മളൊക്കെ നേരത്തെ ഒന്ന് ഓടിക്കുന്ന പോലെ നിങ്ങൾക്ക് ആ വാഹനം എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഓഫേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ICICI ബാങ്കിൻ്റെ എന്തോ ഒരു ക്രെഡിറ്റ് കാർഡ്
പ്രീമിയം ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡും ലൈക്ക് പ്രീമിയം ആയിട്ട് വരുന്ന ഈ ഒരു കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടി MG തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയാനുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്തേക്ക് ഇതെങ്ങനെ പെർഫോം ചെയ്യുന്നൊക്കെ ഉള്ളത് ഇനി നോക്കി കണ്ടിരിക്കേണ്ടതാണ്. കാരണം വെച്ചാൽ ഇതിൻ്റെ റൈവൽസായിട്ട് നിൽക്കുന്നത് കൃത്യമായിട്ട് റൈവൽസ് ഒന്നുമില്ല എങ്കിൽ പോലും നിലവിൽ ഫോർച്യൂണർ ഒരു വലിയൊരു വെല്ലുവിളി തന്നെയാണ്. അപ്പം ഈ ഒരു വാഹനം ഈ സെഗ്മെൻറ്റിൽ ഇവർ പ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സെയിൽസ് ചാർട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു. പക്ഷേ പേഴ്സണലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു മാസീവായിട്ടുള്ള വണ്ടി ഇതിൻ്റെ പെർഫോമൻസ് നിലവിൽ കണ്ടത് ഇവരൊക്കെ ഓടിച്ച് വെച്ച് കണ്ടത് നോക്കുമ്പോൾ വളരെ നന്നായിട്ടുണ്ട്. നാളെ നമുക്ക് ഈ വാഹനം ഓടിക്കാനൊരു അവസരം കിട്ടുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു റിവ്യൂ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ വേണ്ടി എടുത്താൽ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടാൽ. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഫ്രം റോബ് മൈ ഷോ.